ഇത് ഇന്ത്യയുടെ ചടുല നീക്കം. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ശത്രുവിന് പോലും ഇനി രക്ഷയില്ല. ലോകശക്തികൾ വരെ നമ്മുടെ ഇന്ത്യയെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. ലോകശക്തിയിൽ നമ്മുടെ രാജ്യം ഒന്നാം സ്ഥാനം കൈവരിക്കുന്ന കാലം വിദൂരമല്ല. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണമുണ്ട്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ചുരുങ്ങിയ 2-3 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. അതെ, ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചാണ് പറയുന്നത്. 800 കിലോമീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള പുതിയ തലമുറ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഭാരതം. നിലവിലുള്ള പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിച്ച് വിപുലമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനം. ഇപ്പോൾ ഇന്ത്യയുടെ സ്ട്രൈക്ക് ശേഷിയിൽ ഒരു പ്രധാന കുതിച്ചുചാട്ടമാണ് ഈ നവീകരണം. ഇതിനകം സേവനത്തിലുള്ള നമുക്ക് പരിചിതമായ വിക്ഷേപണ സംവിധാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കടൽ ലക്ഷ്യങ്ങളെ ഇത് ഉൾക്കൊള്ളുന്നു എന്നതാണ്. ഒരു മിസൈലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉറപ്പായും അതിന്റെ വേഗതയെക്കുറിച്ചും സംസാരിക്കണം. ഇതിന്റെ വേഗത എത്രയാണെന്ന് അറിയണ്ടേ? 800 കിലോമീറ്റർ ദൂരപരിധി പുതിയ പതിപ്പ് മാക് 3യോടടുത്ത് വേഗത കൈവരിക്കും എന്നതാണ്. മാക് 3 വേഗത എന്ന് പറയുമ്പോൾ ഏകദേശം മണിക്കൂറിൽ 3500-നും 3700-നും ഇടയിലാണ് വേഗത കൈവരിക്കുക. ഈ 3500 മീറ്റർ അല്ല, കിലോമീറ്റർ ആണ് കേട്ടോ. വേഗത ഇത്ര കൂടുതലാണെങ്കിലും മികച്ച നാവിഗേഷൻ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവ പറന്നുയരുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ലക്ഷ്യത്തിനടുത്തേക്ക് ഇവയ്ക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ്. മെച്ചപ്പെടുത്തിയ ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ ഇതിലുണ്ട്. അതായത് ഇവ ഒരു ലക്ഷ്യത്തെ തകർക്കാനായി പോകുമ്പോൾ ഇവയെ തകർക്കാൻ ആരെങ്കിലും വന്നാൽ അതിനെ പ്രതിരോധിക്കുന്ന സംവിധാനമാണ് ഈ കൗണ്ടർ മെഷർ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംവിധാനം ശത്രു ജാമിങ്ങിനെതിരെ പ്രതിരോധ ശേഷി നൽകുന്നു. ഇതിന് സമാന്തരമായി വിശാലമായ ശ്രേണിയിലുള്ള വിമാനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭാരം കുറഞ്ഞതും കൂടുതൽ ഒതുക്കമുള്ളതുമായ ഒരു ഡെറിവേറ്റീവായ ബ്രഹ്മോസ് NGയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ബ്രഹ്മോസ് NG എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ ഒരു മോഡലാണ്. അത് യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വികസിപ്പിച്ചെടുക്കുന്നത്. നിലവിൽ ബ്രഹ്മോസ് A വകഭേദത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചെറിയ യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിക്കാൻ പുതിയ മിസൈൽ പ്രാപ്തമാക്കുമെന്നതാണ്. അതുവഴി ഇന്ത്യയുടെ വ്യോമാക്രമണ സാധ്യത വിശാലമാകും. 2027 ശേഷം Su-30 MKI സ്ക്വാഡ്രനുകളിൽ പ്രവർത്തന വിന്യാസം പ്രതീക്ഷിക്കുന്നു. സാമ്പത്തികമായി എക്സ്റ്റൻഡഡ് റേഞ്ച് ബ്രഹ്മോസ് പ്രോഗ്രാം ഇന്ത്യയുടെ ഏറ്റവും വലിയ തദ്ദേശീയ ആയുധ നിക്ഷേപങ്ങളിൽ ഒന്നാണ്. ഇനി എത്ര രൂപയാണ് ഇതിൽ മുതൽ മുടക്കെന്നറിയണ്ടേ? 58,000 കോടി രൂപയിലധികമാണ് കരാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ വർഷം 220 എക്സ്റ്റൻഡഡ് റേഞ്ച് യൂണിറ്റുകൾക്ക് ഓർഡർ നൽകിയിരുന്നു. ഇത് ഉപരിതല തീരദേശ പ്രദേശങ്ങളിലും മിസൈലിനെ വിന്യസിക്കാനുള്ള ഉദ്ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വന്തമായി നിർമ്മിച്ച നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സായുധ സേനയെ സജ്ജമാക്കാനുള്ള ഭാരതത്തിന്റെ നീക്കത്തെയാണ് ഈ വലിയ തോതിലുള്ള സംഭരണം എടുത്തു കാണിക്കുന്നത്. കരയിൽ നിന്നുള്ള ആക്രമണ രൂപരേഖകളിൽ നിന്ന് വ്യത്യസ്തമായി വ്യോമ കടൽ വഴി വിക്ഷേപിക്കാവുന്ന മോഡലുകളിലേക്കുള്ള ബ്രഹ്മോസ് ലൈനിന്റെ തുടർച്ചയായ പരിണാമം, തദ്ദേശീയ ആധുനികവൽക്കരണവും സംയുക്ത സാങ്കേതിക വികസനവും ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ മുൻതൂക്കത്തെ എങ്ങനെ പുനർനിർവചിക്കുന്നുവെന്ന് എടുത്തു കാണിക്കുന്നു.